എത്ര വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കാൻ സാധിച്ചാലും കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ്, അതായത് 5 മണ്ഡലങ്ങൾ, അത് വിട്ടുപോകില്ല, കൈവിട്ടു പോകില്ല എന്ന് LDFും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള കണക്കുകൾക്കിടയിലും NDA പ്രത്യേകിച്ച് 2020യുടെ വരവോടുകൂടി ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അവരും കണക്കാക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് മുന്നണികളുടെ പ്രതീക്ഷ? ഇപ്പോൾ ഏതാണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് അടക്കം, ഇനിയിപ്പോൾ ഈ സൈനികരുടെ വോട്ടൊക്കെയാണല്ലോ, സൈനികർ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ കണക്ക് കൂടിയൊക്കെ മാത്രമാണല്ലോ പുറത്തു വരാനുള്ളത്. അഭിലാഷ, ഏതാണ്ട് ജില്ലയിലെ ആകെ ഒരു പോളിംഗ് നില എന്ന് പറയുന്നത് 80% അടുത്ത് നിൽക്കുന്നതാണ്. ഇതിൽ 8 മണ്ഡലങ്ങൾ 80% മുകളിലേക്ക് വന്നു എന്നത് ഈ കണക്ക് കൂട്ടലുകൾ ആരുടെ പ്രതീക്ഷകളാണ് തെറ്റിക്കുക എന്നതാണ് വളരെ ആകാംക്ഷയോടെ നോക്കുന്നത്. കുന്നത്തുനാട് 84%-ഓളമാണ് പോളിംഗ് റേറ്റ് വന്നത്. ഏതായാലും ഈ പോളിംഗ് ശരാശരി എന്ന് പറയുന്നത് അതിൽ മുന്നണികൾ ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു കാര്യം, തങ്ങൾ വളരെയധികം പ്രയത്നം ഫീൽഡിൽ ചെലവാക്കിയിട്ടുണ്ട്. കാരണം ക്യാമ്പയിൻ കാര്യങ്ങളായിട്ട് തങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു എഫർട്ട് അവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് അഭിലാഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഏതാണ്ട് നഗര കേന്ദ്രീകൃതമായ ഒരു ജില്ലയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെയാണ് കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. ഏതായാലും അത് കൃത്യമായ ഒരു കണക്കുകളിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ എന്നതാണ് കാരണം വിജയം നിശ്ചയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, ഏതെങ്കിലും ഒരു അട്ടിമറിയൊക്കെ പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കണക്കുകൾ അവരെ കൊണ്ട് എത്തിക്കുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും.